പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭി തുണി കഴുകിയിട്ട് കയറി വരുമ്പോൾ അടുത്ത പണി അവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ് ദേവയാനി. കുറേ സാരിയും കുറേ ഡ്രസ്സൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതെല്ലാം അഭിയെ കൊണ്ട് തേപ്പിക്കുവാണ്. അടുത്ത് തന്നെ ദേവയാനി നയനി നിൽപ്പുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് തന്നെ. നവ്യ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പം അഭി പറയുവാണ്, ഞാൻ തുണി തേച്ച് കൊടുക്കുന്നത് അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്ന്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഓ അപ്പം നീ തുണിയൊക്കെ തേക്കുമായിരുന്നു, എന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഇതുവരെ ഒരെണ്ണം പോലും നീ തേച്ച് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യത്തിന് റൂമിലേക്ക് ചെല്ലുമ്പം നവ്യയുടെ കാലിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ് കാലയിൽ ഒരു ബാമിട്ട് തിരുമാൻ വേണ്ടി കൈ കൊടുത്തിട്ട് കയറി കാല് നീട്ടി വെച്ചിരിപ്പുണ്ട് നവ്യ. അഭിയോടുള്ള ദേഷ്യം തീർക്കുന്നതായിരിക്കും അപ്പുറത്ത് പോയി അവർക്ക് വേണ്ടി ഓരോ ജോലികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആദർശ് തിരിച്ചു വന്നതിന് ശേഷം നയനയോട് പറയുന്നുണ്ട്, നവ്യയ്ക്ക് മോഡലിംഗ് രംഗത്ത് വലിയ ഭാവിയുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നവ്യ വലിയ പെർഫോമറൊന്നും അല്ല. എന്നിട്ടും നവ്യയ്ക്ക് ഇത്രയും പൈസ കൊടുത്ത് അവർ മോഡലാക്കാൻ വിളിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തോ ചതിയുണ്ട്. AN ജ്വല്ലറിക്കാരുടെ ചതിയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അത്രയും കാര്യം ആദർശിന് മനസ്സിലായി. പിന്നെ മുത്തശ്ശൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയനും ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ വിഷമം കാണുമ്പോൾ അവർക്ക് ആകെ സങ്കടമാട്ടോ. കാരണം ഇതുവരെ കമ്പനിക്ക് ഇത്രയും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അവർ മുത്തശ്ശനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് പറയുന്നത്, AN ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് ഡേവിഡാണ്. ഡേവിഡുമായിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഇല്ല. അയാളുമായിട്ട് യാതൊരു പ്രശ്നമുള്ളതായിട്ട് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അയാളല്ല ഇതിന് പിന്നിൽ നമ്മളാരും അറിയാത്ത എന്നാൽ നമ്മളുമായിട്ട് കണക്ഷനുള്ള ആരോ ഒരാളുണ്ട്, അയാളാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അവന്തിക പിന്നെ അമ്പലത്തിൽ പോകുന്നതാട്ടോ കാണിക്കുന്നത്. അമ്പലത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കുന്നത്, ഈശ്വര എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണേ, മൂർത്തി ജുവലേഴ്സിൻ്റെ പതനം ഉടനെ തന്നെ നടക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.